പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ കുട്ടിക്ക് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക് പെയിൻറ്റിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിതൊരു പില്ലോ കവറിലാണ് ചെയ്യുന്നത്. അപ്പം ഇത് കോട്ടൻ്റെ പില്ലോ കവറാണ്. ഇത് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫേബർ കാസലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 4 കളേഴ്സാണ് ഞാൻ എടുക്കുന്നത്. റെഡ്, ഗ്രീന്, പിന്നെ ബ്രൗൺ, പിന്നെ ഉള്ളത് യെല്ലോ. ഈ 4 കളേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ കളർ മിക്സിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബഡ്സും ഒരു പെയിൻറ്റിങ് ബ്രഷുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതുപോലെ വിരിച്ച് വെക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടോപ്പ് കോർണറിലും അതുപോലെ പില്ലോ കവറിൻ്റെ റൈറ്റ് സൈഡിലെ താഴത്തെ കോർണറിലുമാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ എംബ്രോയ്ഡറി റിങ് ഉണ്ടെങ്കിൽ അത് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റിങ് ചെയ്താൽ കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ റിങ് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പില്ലോ കവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടൊന്ന് വെക്കാം. എന്നാൽ നമുക്കിപ്പം പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് താഴത്തെ ക്ലോത്തിൻ്റെ ഭാഗത്ത് ഒട്ടിപ്പിടിക്കില്ല, പ്ലാസ്റ്റിക് കവർ ഇതുപോലെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊക്കെ പെയിൻറ്റിങ് ചെയ്യുമ്പോഴുള്ളൊരു ടിപ്സാണ്. അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങാം. ഇതിൽ സിമ്പിളായിട്ടുള്ള സ്റ്റെമ്മും ലീഫും ഫ്ലവറൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രഷ് ഇതാണ്, ബ്രഷ് നമ്പർ 8. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം.
അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം വെക്കണം. അപ്പോൾ ഞാൻ ഈ പില്ലോ കവറിൻ്റെ 2 കോർണറിലും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പില്ലോ കവറിലും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ പെയിൻ്റൊന്നും ഇളകി പോകുന്നില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ സെയിം ഡിസൈൻ നമുക്ക് സാരിയിലും ബെഡ്ഷീറ്റിലും ടേബിൾ മാറ്റിലും എല്ലാം ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.